ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന സസ്യം പീച്ചിങ് ആണ്. പീച്ചിൽ അല്ലെങ്കിൽ ഞരമ്പൻ, നരമ്പൻ, പൊട്ടിക്ക എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തെക്കുറിച്ചിട്ടാണ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു സസ്യമാണ് ഈ പീച്ചിങ്ങ. വേനൽക്കാലത്ത് മാത്രം വളരുന്ന തണുത്ത കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയാത്ത ഒരു സസ്യമാണ് ഈ പീച്ചിൽ. ഈ കാണുന്നതാണ് പീച്ചിങ്ങയുടെ കായഭാഗം. ഇത് സ്ക്രബായിട്ട്, കുളിക്കാൻ നേരത്ത് സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പ്രകൃതിദത്തമായിട്ടുള്ളൊരു സ്ക്രബാണ്. ഇതിനെ ലൂഫ എന്നും അറിയപ്പെടും. നമുക്കിത് അങ്ങാടി കടകളിലും ഓൺലൈനായിട്ടൊക്കെ ഇത് വാങ്ങിക്കാനായി സാധിക്കും കേട്ടോ. ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ കുറച്ച് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ മുക്കി മൃദുവാക്കി എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ ഉപയോഗശേഷം നല്ലപോലെ കഴുകി ഉണക്കി സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിച്ച് പോവും. ഇത് വിത്താണ്. ഇത് പിന്നീട് നമുക്ക് നട്ട് വളർത്തിയെടുക്കാവുന്നതുമാണ്. ഇന്ന് വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് സ്ക്രബുകൾക്ക് പകരമായി നമുക്കിത് ഉപയോഗിക്കാം. ഇത് പൂർണ്ണമായും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ ലയിച്ചു ചേരുന്നതും കൂടിയാണ്. അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇനി ഈ പീച്ചിങ്ങ കണ്ടാൽ വിട്ട് കളയണ്ട, നമുക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.